ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. മഴ പെയ്തൊഴിയാതെ നിന്ന ഒരു ദിവസമാണ്. ഫാദർ ഗില്ലിഗനെ കുറിച്ചുള്ള കഥ ആദ്യമായി കേൾക്കുക. പുറത്ത് കനിവിൻ്റെ മഴ, അകത്ത് മഴപ്പെയ്ത്ത് പോലെ തന്നെ സൗമ്യമായി നിന്നു പെയ്യുന്ന ടി.പി. ആൻ്റണി സാർ. അദ്ദേഹം വന്ന് സൗമ്യ മധുര സ്വരത്തിൽ ഫാദർ ഗില്ലിഗൻ്റെ കഥ പറഞ്ഞിരുന്നു. ഏതോ പർവ്വത നിരകൾക്ക് താഴെയുള്ള ചെറുപള്ളിയിലെ വികാരിയച്ഛൻ. അച്ഛൻ നിന്നെരിഞ്ഞ് കത്തിപ്പടരുന്ന മെഴുകുതിരിയുടെ ധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് പുരോഹിത വേല ചെയ്യുന്നു. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി തന്നെ ജോലി. പിന്നെ തിരക്കോട് തിരക്ക്. തിരക്കിനൊടുവിൽ വല്ലാതെ തളർന്ന് കസേരയിൽ ചാഞ്ഞിരിക്കുന്ന അദ്ദേഹം. അപ്പോഴും മണിമുഴങ്ങുന്നുണ്ട്. ആർക്കോ അന്ത്യകുദാശ കൊടുക്കുവാൻ വേണ്ടി പോകണം. ഇദ്ദേഹത്തിൻ്റെ വല്ലാതെ തളർന്നു പോയ ശരീരം സംസാരിക്കുന്നുണ്ട്. ശരീരം പറയുന്നു, ഇനി വയ്യ, ഇനിയും ഒരാളെ തേടി പോകുവാൻ വയ്യ. പെട്ടെന്ന് തന്നെ ഉള്ളിലുള്ള ആത്മാവ് ഉണർന്നെഴുന്നേറ്റ് പറയുന്നു, ദൈവമേ ക്ഷമിക്കുക, ഞാനല്ല, എൻ്റെ തളർന്നു പോയ ശരീരമാണ് സംസാരിച്ചത്. പിന്നെ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഉറങ്ങിപ്പോയി. കുറേ ഉറങ്ങിയതിന് ശേഷം ചാടി എഴുന്നേറ്റ് വല്ലാത്ത കുറ്റബോധത്തോടു കൂടി കുതിരയെ ഓടിച്ച് അന്ത്യകുദാശം കൊടുക്കേണ്ടവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ വീട് വാതിൽ തുറന്ന ആ അമ്മ പെട്ടെന്ന് അച്ഛനോട് ചോദിക്കുന്നു, ഫാദർ വീണ്ടും വന്നോ നിങ്ങൾ? ഇദ്ദേഹം അമ്പരം നിൽക്കുകയാണ്. അവർ പറയുന്നു, നിങ്ങൾ കൂദാശ നൽകി പോയപ്പോൾ ഒരു പക്ഷിയുടെ ലാഘവത്വത്തോടു കൂടി അദ്ദേഹം മരിച്ചു. ആസ് മേറി ആസ് എ ബേർഡ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഫാദർ ഗില്ലിഗൻ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ചു പോയി, ദൈവമേ ഇത്രയ്ക്ക് കരുണ, ഒന്നുമില്ലാത്ത എനിക്ക് വേണ്ടി നീ തന്നെ ആ വീട്ടിലേക്ക് ആദ്യം ചെന്നല്ലോ. ഇത്ര കരുണ കാട്ടാൻ ദൈവമേ ഞാൻ ആരാണ്? കരുണയെക്കുറിച്ചുള്ള ഈ ചെറു കവിത അത് W.B. ഈസ്റ്റിൻ്റെ കവിതയാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. ദ ബാലഡ് ഓഫ് ഫാദർ ഗാലിഗൻ. അത് ഓർക്കാൻ കാരണമുണ്ട്. എൻ്റെ കയ്യിൽ കരുണ കരകവിയുന്ന കണ്ണുകളുള്ളൊരു മാർപ്പാപ്പയുടെ പുസ്തകം, ദ നെയിം ഓഫ് ഗാഡ് ഈസ് മേഴ്സി. ദൈവത്തിൻ്റെ പേര് കരുണയെന്നാണ്. മാർപ്പാപ്പ ആൻഡ്രേയ ടൊന്നേലി എന്ന പത്രപ്രതിനിധിയുമായി സംസാരിച്ചതിൻ്റെ ആ സംഭാഷണങ്ങൾ ഒപ്പിയെടുത്ത പുസ്തകം. സുന്ദരം, കരുണ പോലെ കരകവിയുന്ന കുറേ ആർദ്രമായ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകം. പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഞാൻ കരുതുന്നു ഒരല്പം കൂടി നന്നായി പോവും. നമ്മളൊക്കെ നന്നാകണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ പോലും ഇതുപോലൊരു പുസ്തകത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ആരോ സൗമ്യമായി മൃദുകരം കൊണ്ട് തൊടുകയാണ്. ഹൃദയത്തിൻ്റെ ഏതോ അടരുകളിൽ പെട്ടെന്ന് ഒരു പൂവിരിയുകയാണ്. ആ പൂവിൻ്റെ പേരും കരുണ എന്ന് തന്നെ ആയിരിക്കണം. പോപ്പ് കർത്താവിനെ കരുണ എന്ന് വിളിച്ചു തുടങ്ങുന്നു. മലയാളത്തിലെ പ്രസിദ്ധമായ ചെറുകഥയിൽ ശീർഷകം തന്നെ പറയുന്നത് ദൈവം നടന്നു വരുന്ന വഴിയെക്കുറിച്ചാണ്. കസൻസാക്കിസിൻ്റെ പുസ്തകത്തിൽ വൈദികനെക്കുറിച്ച് പറയുക, അദ്ദേഹം വാക്കുകൾ കൊണ്ട് അമ്മാനമാടാറൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ പണ്ട് സിക്കമൂർ മരത്തിന് താഴെയിരുന്ന് സംസാരിച്ചിരുന്ന അതേ നസ്രായൻ്റെ കണ്ണുകളുടെ ആർദ്രതയും അകത്തെ ആഴവും ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അറിയാതെ അദ്ദേഹം ഒന്ന് തൊടാതെ തന്നെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയിരുന്നു. G.K. ചെസ്റ്റർട്ടൻ്റെ പുസ്തകത്തിലും നാട്ടുപാതയിലൂടെ വരുന്ന വൈദികനെ പരിചയപ്പെടുന്നത്, അദ്ദേഹം നടന്നു വരുമ്പോൾ കർത്താവ് കുന്നിറങ്ങി താഴേക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു വരുന്നു എന്ന പ്രതീതി ഉണ്ടാകും എന്നാണ്. ഈ പോപ്പിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നിറഞ്ഞു കാണുന്നത് നടന്നു വരുന്ന കർത്താവിനെയാണ്, കരുണയുള്ള കർത്താവിനെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം ധ്യാനമാക്കി മാറ്റാവുന്നതാണ്. 2013 മാർച്ച് 17 പാപ്പ ആയതിനു ശേഷം ആദ്യത്തെ ബലി അർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ നടത്തിയ പ്രസംഗം തുടങ്ങുന്നത് തന്നെ കരുണയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ദ മെസ്സേജ് ഓഫ് ജീസസ് ഇസ് മേഴ്സി.
ക്രിസ്തുവിൻ്റെ സന്ദേശം അത് കരുണയാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ദൈവത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ സന്ദേശം ആർദ്രതയുടെ സന്ദേശമാണ്, കരുണാർദ്രതയുടെ സന്ദേശമാണ്. മാർപ്പാപ്പ പറയുന്നു, ഈ കരുണ കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ലോകം ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങിയ ലോകമാണ്. മുറിവുണക്കുക, വീണ്ടും ഞാൻ പറയുന്നു, മുറിവുണക്കുക. മുറിവുണക്കുവാൻ ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, കരുണ കാട്ടുക, കരുണ കാട്ടുക. പണ്ടൊരു ആചാര്യൻ്റെ അടുക്കൽ കുട്ടികൾ ഓടിക്കൂടും. എല്ലാവരുമായി അദ്ദേഹം സംസാരിക്കും. കര കവിയുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും കരുണയുടെ പുഴയൊഴുകും. ആ പുഴയിൽ സ്നാനമേറ്റവരെ പോലെ കുട്ടികൾ, അവരൊക്കെ നന്നാവും. ഒരാൾ ചോദിച്ചു, എല്ലാവരും അങ്ങയോടൊപ്പം അല്പനാൾ ചെലവഴിച്ചതിന് ശേഷം നല്ലവരായി മാറുന്നുണ്ട്, എന്തൊരു ആൽക്കമിയാണത്? അദ്ദേഹം പറയുന്നു, ആരെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോൾ ഐ ആം ജസ്റ്റ് പ്രൊക്ലെയിമിങ് ദ ഗുഡ് ന്യൂസ് ദാറ്റ് ഹീ ഈസ് വർത്ത് സംതിങ് ഗുഡ്. ആരെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ ഒരൊറ്റ സദ്വാർത്തയെ ഞാൻ പ്രഖ്യാപിക്കുന്നുള്ളൂ, നീ അമൂല്യനാണ്, യു ആർ ഗുഡ് ഫോർ സംതിങ് ഗുഡ്. ആ ഒരു വലിയ സദ്വാർത്ത അത് തന്നെയാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. കരൺ ഹോർണിയുടെ പുസ്തകത്തിൽ എല്ലാവരും കൈവിട്ട് കളഞ്ഞ പെൺകുട്ടിയോട് ഒരു സിസ്റ്റർ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും നന്നാകും. എന്നിട്ട് ആവർത്തിച്ച് അവർ പറയുന്നു, റിമെമ്പർ ഐ ടോൾഡ് യു സോ. നീ എപ്പോഴെങ്കിലും ചീത്തയാകുമ്പോൾ നീ നന്നാകും, ഓർക്കണം. റിമെമ്പർ ഐ ടോൾഡ് യു സോ, നീ നന്നാകും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കണം നീ. ഇതൊരു ഓർമ്മ പുസ്തകം പോലെയാണ്. ലോകത്തിന് മുഴുവൻ കരുണയുടെ പുതിയ സുവിശേഷം ഓരോ വ്യക്തിക്കും ഏകനാകുമെന്നുള്ള ഒരു സൗമ്യ സന്ദേശം. ദൈവത്തെക്കുറിച്ച് പാപ്പ വാചാലമായി സംസാരിക്കുന്നു. ദൈവത്തിന് പെട്ടെന്ന് മറക്കാനുള്ള ഏതൊരു നാക്കുണ്ടത്രേ. ഗാഡ് ഹാസ് എ സ്പെഷ്യൽ നാക്ക് ഫോർ ഫർഗെറ്റിംഗ്. എല്ലാം മറന്നു കളയുന്ന ഒരാളുടെ സ്പെഷ്യൽ കൗശലമാണ്. നമ്മളെല്ലാം ഓർത്തെടുക്കുന്നവരാണ്, ഒരുപാട് ഓർത്തെടുക്കുന്നവരാണ്. ആന്റണി ഡിമെല്ലോയുടെ പുസ്തകത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ കലഹത്തിലാണ്. ഭർത്താവ് പണ്ട് ഭാര്യ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റേറ്റ് പറയുകയാണ്, ഒന്നിന് പറയും മറ്റൊന്നായിട്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് പണ്ട് നടന്ന കാര്യമില്ല, നിങ്ങളെല്ലാം മറന്നു, എല്ലാം പൊറുത്തു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്തിനത് ആവർത്തിച്ച് പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാനെല്ലാം മറന്നു, എല്ലാം പൊറുത്തു എന്ന് നീ ഓർക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മളുടെ സാധാരണ രീതി. പക്ഷേ ദൈവത്തിൻ്റെ മറവി രോഗം എന്ന് പറയുന്നത് കൃപ നിറഞ്ഞൊരു മറവി രോഗമാണ്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അത്രേ. പക്ഷേ കണക്ക് പുസ്തകം പോലെ ദൈവത്തിനുണ്ടോ? ഭക്തൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുന്നു, ദൈവമേ, നിൻ്റെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ പാപങ്ങളെല്ലാം വെട്ടിക്കളയണമേ. ദൈവം പെട്ടെന്ന് ചോദിക്കുന്നു, എന്ത് പുസ്തകമോ? കണക്ക് പുസ്തകമോ? എനിക്ക് അങ്ങനത്തെ ഒരു പുസ്തകമില്ലല്ലോ. പുസ്തകം ഉണ്ടെങ്കിലല്ലേ പുസ്തകത്തിലെ പാപങ്ങളുടെ നിരകളൊക്കെ വെട്ടി ഒതുക്കാൻ പറ്റുകയുള്ളൂ. പുസ്തകമില്ലാത്ത ദൈവം. അങ്ങനെയുള്ള ദൈവത്തെയാണ് ഈ മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. വീണ്ടും അടുത്ത താളുകളിലൂടെ അദ്ദേഹം പറയുന്നു, ഹീ ഈസ് നെവർ ടയേർഡ് ഓഫ് ഫോർ ഗിവിങ്. അതായത് ഫോർഗീവിങ്ങിലൂടെ ഒരിക്കലും ക്ഷീണം വരാത്ത ഒരാളെയാണ് ദൈവമെന്ന് വിളിക്കേണ്ടത്. സത്യത്തിൽ ഫോർഗീവിങ് എന്താണ്? ഫോർഗീവിങ് മീൻസ് ഗിവിങ് അനദർ ചാൻസ്. ഫോർഗെറ്റിംഗ് മീൻസ് ഗെറ്റിംഗ് ദ പേഴ്സൺ ബാക്ക് ടു യു. ഒരാൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് അകലേക്ക് പോകുമ്പോൾ അയാളെ വീണ്ടെടുക്കുന്ന വലിയ കലയുടെ പേരാണ് ഫോർഗെറ്റിംഗ് ആൻഡ് ഫോർഗീവിങ് എന്ന് പറയുന്നത്. ഗിവിങ് അനദർ ചാൻസ്, ഒരാൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്. പഴയ ഇംഗ്ലീഷ് പാട്ടിൽ പറയുന്നത് പോലെ, ജസ്റ്റ് വൺ മോർ ടൈം സെറ്റ് ഇറ്റ് റൈറ്റ്, ജസ്റ്റ് വൺ മോർ ഗിവിങ് ഇറ്റ് ക്യാൻ സെറ്റ് ഇറ്റ് റൈറ്റ്. ഒരല്പം കൂടി നൽകൽ, അതെല്ലാം നേരെയാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഇങ്ങനെ ദൈവം ഒരിക്കലും ടയേർഡാകാതെ ക്ഷമാർദ്രത കാണിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർപ്പാപ്പ പറയുന്നു, ഒരാൾക്ക് യഥാർത്ഥ കുറ്റബോധം ഉണ്ടായില്ലെങ്കിൽ പോലും കുറ്റബോധം ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധങ്ങളുണ്ടായാൽ മതി. ഇത് അങ്ങേറ്റ കരുണയുടെ ഒരു നിർവചനമാണ്. അതായത് തെറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് കാര്യമായ കുറ്റബോധം ഉണ്ടാകുന്നില്ല, ഒരു സ്റ്റെപ്പ് ദൈവത്തിലേക്ക് എടുത്താൽ മതി. മാർപ്പാപ്പ പറയുന്നുണ്ട്, മെഡിസിൻ ദൈവത്തിൻ്റെ കൈവശമുണ്ട്, ഹീലിങ്ങും ദൈവത്തിൻ്റെ കൈവശമുണ്ട്. മുറിവേറ്റവനെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ഒരു ചുവട് വെച്ച് ദൈവത്തിലേക്ക് നടക്കുക, അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ മുറിവേറ്റവന് ആ മുറിവൊരു സുഖമായി മാറിയാലോ? പാപത്തിൽ കിടക്കുന്നവന് പാപം ഒരു സുഖമായി മാറിയാലോ? അവൻ എഴുന്നേൽക്കില്ല, നടക്കുകയില്ല. അപ്പോൾ എന്തു ചെയ്യും? മാർപ്പാപ്പ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കുറ്റബോധം എനിക്കുണ്ടാകുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അതെങ്കിലും ഉണ്ടായാൽ മതി. ദാറ്റ് ക്യാൻ ബി എൻ ഡോർ ഫോർ എ ന്യൂ ടൈപ്പ് ഓഫ് എ ലൈഫ് സ്റ്റൈൽ. ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ഈ ലേഖകൻ പറയുന്നത് ഒരു നോവലിലെ കഥാസന്തുവാണ്. അദ്ദേഹം പറയുന്നു,
ടു എവരി മാൻ എ പെനി, ബ്രൂസ് മാർഷലിൻ്റെ നോവലാണ്. അതിൽ ഒരു യങ് വൈദികൻ, യുവാവായ വൈദികൻ ഫ്രഞ്ച് സൈനികന് ശുശ്രൂഷ നൽകുകയാണ്. അയാൾ കടുകട്ടി മനോഭാവമുള്ള ആളാണ്. അയാളോട് മാനസാന്തരപ്പെടൂ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരൂ എന്നൊക്കെ പറയുമ്പോൾ ഈ വളരെ നിഷ്കളങ്കതയോട് ഇയാൾ പറയുന്നു, ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് തെറ്റാണെന്നുള്ള ബോധമൊന്നും വരുന്നില്ല. അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ കുറ്റബോധം വരും? അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, ഡു യു ഹാവ് ദ ഫീലിംഗ് ഓഫ് സോറി ദാറ്റ് യു ഡോണ്ട് ഫീൽ സോറി? അങ്ങനെ ഉണ്ടാകാറുണ്ടോ? ഇതാണ് ചോദ്യം. ആർ യു സോറി ദാറ്റ് യു ആർ നോട്ട് സോറി? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, യെസ്, ഐ ആം സോറി ദാറ്റ് ഐ ആം നോട്ട് സോറി. എങ്കിൽ അവിടെ വെച്ച് തുടങ്ങാനാണ് പറയുന്നത്. നമുക്കൊക്കെ നല്ലൊരു ഉപദേശമാണത്. പലപ്പോഴും നമുക്കൊക്കെ സോറി എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല. എനിക്ക് ദൈവമേ സോറി എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, അതിൽ നിന്നും ഒരാൾക്ക് മാറ്റം ഉണ്ടാകാമത്രേ. ഐ ആം സോറി ദാറ്റ് ഐ ആം നോട്ട് സോറി. ഐ ആം സോറി ദാറ്റ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സെയിം സോറി, ദെൻ ദാറ്റ് ക്യാൻ ബി ദ വെരി ബിഗിനിങ്. ഇതൊരു നല്ല സന്ദേശമാക്കി മാറ്റാം. ഞാനെന്ന് പറയട്ടെ, അങ്ങേറ്റം കരുണയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ദൈവത്തിൻ്റെ വഴി നിർവചിച്ചു തരുവാൻ സാധിക്കുകയുള്ളൂ. മാർപ്പാപ്പ വീണ്ടും തുടരുന്നു, അമ്മയെപ്പോലെ ആകണം സഭ. അമ്മയെന്നാണ് സഭയെ നമ്മളെപ്പോഴും വിളിക്കുക. വൃണതയായ ഒരമ്മ, വൂണ്ടഡ് ഹീലർ, ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതായത് ഹൃദയത്തിൽ സ്നേഹസുഷിരങ്ങൾ ഒരുപാടുണ്ടായിട്ടും സ്നേഹസുഷിരങ്ങളിലൂടെയൊക്കെയും പ്രകാശം, ക്ഷമാർദ്ദതയുടെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നൊരമ്മ. മാർപ്പാപ്പ പറയുന്നു, ഒരാൾ നിങ്ങളെ തേടി വരാൻ കാത്തിരിക്കണ്ട, അവരെ തേടി ചെല്ലുക. തേടി ചെല്ലുന്ന സ്നേഹമാണ് ഒരമ്മയുടെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ ആ മാതൃഹൃദയത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുക. അതായിരിക്കാം ഒരാളെ നന്മയിലേക്ക് വഴി നടത്തുക. വീണ്ടും എങ്ങനെയാണ് ഈ കരുണയുടെ സന്ദേശം മാർപ്പാപ്പയിലേക്ക് വന്നത് എന്നൊരു ചോദ്യം. കാരണം കരുണയുടെ വത്സരമായിട്ട് പ്രഖ്യാപിച്ചു, കരുണയെക്കുറിച്ച് എൻസിക്ലിക്കൽ എഴുതി, കരുണയെക്കുറിച്ച് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കരുണ എന്ന ഈ സന്ദേശം എങ്ങനെ വന്നു? മാർപ്പാപ്പ പറയുന്നു, ഇതെൻ്റെ സ്വന്തം സന്ദേശമൊന്നുമല്ല, കരുണയെക്കുറിച്ചാണ് ബൈബിൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പേര് കരുണയെന്നാണ്. പോപ്പ് പോൾ സിക്സ്ത് അദ്ദേഹം പറഞ്ഞു, സഭയ്ക്കുണ്ടാകേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, ദാരിദ്ര്യവും കരുണയും. ഇത് രണ്ടുമാണ് അതിന് നിർവചിക്കേണ്ടത്. പോൾ ആറാമൻ മാർപ്പാപ്പ അഗസ്റ്റിൻ്റെ വാക്കുകൾ കടമെടുക്കുകയായിരുന്നു, സഭയെ നിർവചിക്കേണ്ടത് ദാരിദ്ര്യത്താലും കാരുണ്യത്താലുമാണ്. പിന്നീട് വന്ന മാർപ്പാപ്പ ജോൺ പോൾ ഒന്നാമൻ പറഞ്ഞു, നമ്മളൊക്കെ വെറും പൊടിയാണ്, പൊടിയെ ദൈവം ഉയർത്തിയെടുത്തു കരുണ കൊണ്ട്, അങ്ങനെയാണെങ്കിൽ കരുണ കാട്ടണം. പിന്നെ ജോൺ പോൾ രണ്ടാമൻ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങി. ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹമാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ പേരാണ് കരുണ എന്ന് പറഞ്ഞത്. ഇദ്ദേഹം ഇത് ആവർത്തിക്കുകയാണെന്ന് എളിമയോടുകൂടി പറയുന്നു. പിന്നീട് അർജൻറ്റീനയിലായിരിക്കുമ്പോൾ മാർപ്പാപ്പ പറയുന്നു, എല്ലാ വൈദികരും ദൈവശാസ്ത്രജ്ഞന്മാരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയും ആളുകളും തമ്മിലുള്ള അടുപ്പം എങ്ങനെ കൂട്ടാം. ഒരാൾ പറഞ്ഞു, നമുക്ക് ദൈവ കൃപാവരത്തിൻ്റെ ഫൊർഗീവ്നെസ്സിൻ്റെ ഒരു വർഷമായിട്ടൊരു വർഷത്തെ പ്രഖ്യാപിക്കാം, ഹോളി ഇയർ ഓഫ് ഫൊർഗീവ്നെസ്. അതിൽ നിന്നാണ് ഈ ആശയം വന്നത്. എ ഹോളി ഇയർ ഓഫ് മേഴ്സിഫുൾനെസ്. ഫൊർഗീവ്നെസ്സും മേഴ്സിഫുൾനെസ്സും രണ്ടും ഒന്നായി മാറാറുണ്ടല്ലോ. കരുണ കവിയട്ടെ ഈ വർഷം എന്നുള്ള ആ വലിയ പോൾ കരുണയെക്കുറിച്ച് പറഞ്ഞ് ചില ആളുകൾ ഒരു കരുണയില്ലാതെ കരുണയെക്കുറിച്ച് പറഞ്ഞ് കരുണ ഓവർഡോസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കരുണയുടെ അർത്ഥം എന്താണെന്ന് പോലും പലർക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവത്തിന് അനന്ത കാരുണ്യത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന പച്ച മനുഷ്യരായ നമുക്ക് ആ ആശയങ്ങൾ തീർത്തും ഹൃദയത്തെ തൊടുന്നവയായി മാറുന്നുണ്ട്. മാർപ്പാപ്പയുടെ അടുത്തൊരാശയം, ചില ആശയങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മളെ ഒരുപാട് ധ്യാനത്തിലേക്ക് നയിക്കും. മാർപ്പാപ്പ പറയുന്നു, സത്യത്തിൽ സഭ ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ പോലെയായി മാറണം. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തിക്കരുത്. ഫീൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ മുറിവേറ്റ ഭടന്മാരെയൊക്കെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കിയെടുക്കുന്ന ആശ്വാസത്തിൻ്റെ ഒരിടം. പണ്ടൊക്കെ ആശുപത്രികൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ആളുകൾക്ക് ആശ്വാസമേകുന്ന ഒരിടം തന്നെയായിരുന്നു. പിന്നെയല്ലേ ആളുകളുടെ ആശ്വാസവും ശ്വാസവും മുഴുവൻ കവർന്നെടുത്തുകൊണ്ട് ചോരയും നീരും ഊറ്റിക്കുടിച്ച് ഊറ്റം പെരുപ്പിക്കുന്നവരുടെ ഒരു കൊള്ള സങ്കേതമായിട്ട് ആശുപത്രികളൊക്കെ മാറിയത്. എന്നോട് ക്ഷമിക്കുക ആശുപത്രി നടത്തുന്നവരെ, ഇത് സാധാരണ ചിന്തയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു ഫീൽഡ് ഹോസ്പിറ്റലാക്കി മാറ്റണമെന്നാണ്. ഫീൽഡ് ഹോസ്പിറ്റലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നിറഞ്ഞു നിൽക്കേണ്ടതും കാരുണ്യഭാവമാണ്. മുറിവുണക്കുക,
മുറിവുണക്കുക. അതിന് അനുകമ്പാർദ്ര ഭാവം വേണം എന്നും മാർപ്പാപ്പ പറയുന്നു. അനുകമ്പാർദ്ര ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ടൊരിടത്ത് കാലുകളും മറ്റും വല്ലാതെ വ്രണങ്ങളേറ്റ് വാങ്ങിയ സോൾജിയേഴ്സിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി താൽക്കാലികമായ ഫീൽഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഓരോരുത്തരെ ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാല് വല്ലാതെ മുറിഞ്ഞ ഒരാൾ കരയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇയാൾ ഡോക്ടറെ തൊടാൻ അനുവദിക്കുന്നില്ല. ഡോക്ടർക്ക് ദേഷ്യം വന്നു. ഡോക്ടർ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, താനെന്തിന് ഇത്രയേറെ കിടന്ന് അലറുന്നത്? ഇതാ തല പോയവരൊക്കെ അവിടെ ഒന്നും ഇടാതെ കിടക്കുന്ന കണ്ടില്ലേ? ഇതാണ് നമുക്ക് പലപ്പോഴുള്ള അനുകമ്പാർദ്രത എന്നൊക്കെ പറയുന്നത്. അതൊരു എക്സ്ട്രീം. രണ്ടാമത്തെ എക്സ്ട്രീമിൽ പണ്ടത്തെ കുരങ്ങനെ പോലെയാണ്. ഈ മഴവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയിറങ്ങുന്ന മീനുകളെ രക്ഷിച്ചെടുക്കണമെന്ന് രക്ഷപ്പെട്ട കുരങ്ങനൊരാഗ്രഹം ഉണ്ടായി. മരപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുരങ്ങൻ. മലവെള്ളപ്പാച്ചിൽ ഒഴുകിയിറങ്ങുന്ന മീനുകളെ അയാൾ ഓരോന്നായിട്ട് പിടിച്ചിട്ട് മരപ്പത്തിൽ രക്ഷിച്ച് ഇരുത്തുകയാണ്. എന്താണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു പറയുന്നു, വെള്ളത്തിൽ മുങ്ങിച്ചാകാതിരിക്കാൻ വേണ്ടി മീനിനെ രക്ഷിക്കുകയാണ്. ഈ രണ്ട് എക്സ്ട്രീമുകൾക്കിടയിലുള്ള അനുകമ്പാർദ്രതയുടെ ജീവനേകുന്നൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മളുടെ സഭയാകുന്ന ഫീൽഡ് ആശുപത്രിയിൽ ഉണ്ടാകേണ്ടതെന്ന് മാർപ്പാപ്പ പറയുന്നു. വീണ്ടും താളുകൾ മറിക്കുമ്പോൾ മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കരുണാർദ്രതയുള്ള വൈദികരെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നു. ഇബാര എന്നൊരു വൈദികൻ 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. ഈ വൈദികൻ മരിച്ചപ്പോൾ മാർപ്പാപ്പ എന്ന 18 വയസ്സുകാരൻ അദ്ദേഹം മുറിയിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞത്രേ. കാരണം ദൈവത്തിൻ്റെ കാരുണ്യം തൊട്ട് അനുഭവമാക്കി മാറ്റുവാൻ ഇനി ഒരാളില്ലല്ലോ എന്ന ചിന്ത. അതുകൊണ്ട് കരഞ്ഞുപോയെന്നാണ് മാർപ്പാപ്പ പറയുക. വീണ്ടും അദ്ദേഹം ലിയോപോഡ് എന്ന മഹാനായ വിശുദ്ധനായ വൈദികനെക്കുറിച്ച് പറയുന്നു. ഈ വിശുദ്ധനായ വൈദികൻ പറഞ്ഞത്, ഒരാൾ തെറ്റിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഗട്ടറിൽ വീണ് കിടക്കുക എന്നർത്ഥം. കാണയിൽ വീണ് കിടക്കുകയാണ്. അവനവിടെ ഉപദേശമല്ല വേണ്ടത്, മറിച്ച് അവനെ കാണയിൽ നിന്ന് പൊക്കിയെടുക്കണം. പൊക്കിയെടുത്തതിന് ശേഷം ഉപദേശം കൊടുക്കുക. അതിൽ ഗട്ടറിൽ വീണ് കിടക്കുന്ന, കാണയിൽ വീണ് കിടക്കുന്ന ആളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? അവൻ അവിടെ മരണം കാത്ത് കിടക്കുന്നവനെ പോലെയാണ്. അവനെ ഉണർത്തിയെടുക്കുക. വീണ്ടും മറ്റൊരു വൈദ്യനെക്കുറിച്ച് പറയുന്നുണ്ട്, ഹോസെ റാമോൺ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം കരുണ ഒരുപാടുള്ള വ്യക്തിയായിരുന്നു അത്രേ. ആളുകൾ പറയും ഇദ്ദേഹത്തിൻ്റെ കരുണ ഏറെ കൂടിപ്പോയവനാണെന്ന്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പ, അന്ന് അദ്ദേഹം ഒരു വൈദികനാണ്, മെല്ലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നു. എന്നിട്ട് കുറേ പൂക്കൾ വാങ്ങിച്ച് ആ മൃതദേഹത്തിൽ മൊത്തത്തിൽ ഈ പൂക്കൾ കൊണ്ടുവന്നിട്ട് അലങ്കരിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഇദ്ദേഹം എന്നും ഉപയോഗിച്ചിരുന്ന ഒരു ക്രൂശിത രൂപമുണ്ട്. പ്രത്യേകിച്ചും കുമ്പസാരക്കൂട്ടിൽ വരുന്നവരുടെ ശിരസിന്മേൽ അദ്ദേഹം ആ കുരിശ് കൊണ്ട് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്യുമായിരുന്നു അത്രേ. ആ കുരിശ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അണിയിച്ച് കിടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ കുരിശ് ഊരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ കനിവിൽ പകുതിയെങ്കിലും എൻ്റെ പുരോഹിത ശ്രേഷ്ഠ എനിക്ക് തരിക. ഇന്നും അദ്ദേഹം പറയുന്നു, ആ ക്രൂശിത രൂപം എന്നോടൊപ്പമുണ്ട്. അല്ലാതെ ഞാൻ കുറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ആരെയെങ്കിലും ഈ ക്രൂശിത രൂപം ഞാൻ എൻ്റെ നെഞ്ചോടെ അമർത്തുന്നു. പെട്ടെന്നൊരു സ്റ്റോപ്പ് വരികയാണ്. വേണ്ട, മതി, ഇത്രയും കുറ്റപ്പെടുത്തൽ വേണ്ട. കരുണ കൊണ്ട് ഹീൽ ചെയ്യുക എന്നൊരു മൃദുസ്വരം എവിടെയോ ഉയർന്നു വരുമത്രേ. അങ്ങനെ കരുണയുടെ മൃദു കരം നീട്ടി കാറ്റുപോലെ തൊട്ട് ജീവിതത്തിലൂടെ കടന്നുപോയ വൈദികരെക്കുറിച്ച് വാചാലമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നു. അടുത്ത താളുകളിൽ കൺഫെഷനെക്കുറിച്ചുള്ള കുറേ ചിന്തകളാണ്. പാംപ്ലോന യുദ്ധത്തിനിടയിൽ മുറിവേറ്റ് ഇഗ്നേഷ്യസ് ലയോള കിടക്കുകയാണ്. ഇഗ്നേഷ്യസ് ലയോള ജെസ്യൂട്ട് സഭാ സ്ഥാപകൻ, മാർപ്പാപ്പ ജെസ്യൂട്ട് അംഗമാണല്ലോ. അപ്പോൾ ഈ പാംപ്ലോന യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഇദ്ദേഹത്തിന് കുമ്പസാരിക്കണമെന്നുണ്ട്. അതായത് പാപങ്ങളൊക്കെ ഏറ്റുവാങ്ങണം. അവിടെ വൈദികരാരുമില്ല. ഒരു സോൾജിയറിനെ, ഭടനെ അടുത്ത് നിർത്തിയിട്ട് മരണം കാത്തു കിടക്കുന്ന ഇഗ്നേഷ്യസ് ലയോള തൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ ഏറ്റുപറഞ്ഞത്രേ. എല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ പ്രത്യേക ആശീർവാദമൊന്നും ഏറ്റുവാങ്ങിയില്ലെങ്കിലും ഏറ്റുപറഞ്ഞവൻ്റെ സന്തോഷത്തോടു കൂടി അദ്ദേഹം കണ്ണടച്ച് യുദ്ധഭൂമിയിൽ കിടന്നത്രേ. ഇത് പറഞ്ഞിട്ട് മാർപ്പാപ്പ പറയുന്നു, ദൈവത്തോടൊരാൾക്ക് നേരിട്ട് പറയാനാവും, പക്ഷെ ദൈവത്തിൻ്റെ പ്രതിനിധി എന്നവണ്ണം മനുഷ്യനോടൊരാളോട് പറഞ്ഞു കഴിയുമ്പോൾ കൃപയുടെ ഒഴുക്ക് ആ വ്യക്തിയിലൂടെ അനുഭവിക്കുന്നൊരു അനുഭവം ഉണ്ടാവും. അവിടെ ഒരു സൈക്കോളജിക്കൽ മാനദണ്ഡം കൂടിയുണ്ട്. അത് സത്യമാണ്. MT പറഞ്ഞിട്ടുണ്ട്, ഈ കത്തോലിക്കരുടെ പള്ളികളിൽ പോലെ അമ്പലങ്ങളിലും വേണം കുമ്പസാരക്കൂടുകൾ. എല്ലാം അറിഞ്ഞിട്ടും എല്ലാം പൊറുക്കുന്ന കുമ്പസാരക്കൂടുകൾ അത് വേണം. അതൊരു സൈക്കോളജിക്കൽ നീഡാണ്. മാർപ്പാപ്പ പറയുന്നു, ഈ കുമ്പസാരക്കൂട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അയാൾക്കുണ്ടാകേണ്ടത് വീടണയുന്ന ധൂർത്തപുത്രൻ്റെ മനോഭാവമാണ്. വീടണയുന്ന ധൂർത്തപുത്രൻ്റെ മനോഭാവത്തോട് വരുമ്പോൾ
ഇവിടെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്ന പിതാവിനെ പോലെ ആയിരിക്കും കുമ്പസാരക്കാരൻ ഇരിക്കേണ്ടത്. അങ്ങനെ കുമ്പസാരക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നു, ഈ ആ, പൗരസ്ത്യ സഭകളിലൊക്കെ ഒരു രീതിയുണ്ട്. വൈദികൻ അദ്ദേഹത്തിൻ്റെ സ്റ്റോള് ഇദ്ദേഹത്തിൻ്റെ കുമ്പസാരിക്കാൻ വരുന്ന ആളുടെ ശിരസിലേക്ക് ഇടും. എന്നിട്ട് അയാളുടെ കരങ്ങൾ കൊണ്ട് അയാളുടെ ശരീരത്തിൽ തൊട്ട് എംബ്രേസ് ചെയ്യുന്ന മട്ടിൽ അടുത്തോട്ട് നിർത്തിയിട്ടാണ് ഒരാൾ കുമ്പസാരിക്കുവാനായിട്ട് അയാളെ ഒരുക്കുക. ഇങ്ങനെയൊക്കെ തന്നെ വേണ്ടേ എന്നൊരു ചോദ്യമാണ് മാർപ്പാപ്പ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് എക്സ്ട്രീമുകളെ കുറിച്ച് മാർപ്പാപ്പ പറയുന്നുണ്ട്. ചില ആളുകൾ ഡ്രൈ ക്ലീനിങ് സെൻറ്ററിൽ പോകുന്ന പോലെയാണ് കുമ്പസാരക്കൂട്ടിലേക്ക് വരുന്നത്. ഡ്രൈ ക്ലീനിങ് നടക്കുമെന്നാണ്. പിന്നെ ചില നേരങ്ങളിൽ അച്ഛന്മാർ ഇതിനൊരു ടോർച്ചർ ചേംബറാക്കി മാറ്റും. അത് ഹിറ്റ്ലറുടെയും മറ്റും നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന ടോർച്ചർ ചേംബർ പോലെ പീഡനത്തിന് വേണ്ടിയുള്ളൊരു സ്ഥലം. അവിടെ പീഡനവും ഒച്ചയെടുക്കലും പാടില്ല, കരുണാർദ്രത മാത്രമാണ് ഉണ്ടാകേണ്ടത്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും വേണം. എന്നിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് ഇദ്ദേഹം നടക്കുന്നു. മാർപ്പാപ്പ പറയുന്നു, അർജൻറ്റീനയിലെ ജസ്യൂട്ട് സെമിനാരി റക്ടറായിട്ടും ഒരു പള്ളിയിലെ വികാരിയച്ഛനായിട്ടും ഒരേ സമയം സേവനം ചെയ്യുമ്പോൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ, അവർ നല്ല സ്ത്രീയൊക്കെയാണ്, പക്ഷെ മക്കളെ പോറ്റാൻ വേണ്ടി വേശ്യാവൃത്തി നടത്തുകയാണ്. അവർക്ക് വേണ്ടി ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുവിടും ഈ അച്ഛൻ കരുണയോടുകൂടി. ഭക്ഷണവും ചില സാമഗ്രികളുമൊക്കെ വീട്ടിലേക്ക് കൊടുത്തുവിടും. ഒരു ദിവസം ഒരു ക്രിസ്മസ് ഹോളിഡേയ്സിന് മക്കളോടൊത്ത് ഈ സ്ത്രീ ഇദ്ദേഹത്തെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ എനിക്ക് കുറേ ഭക്ഷണ വിഭവങ്ങൾ തന്നു വിട്ടതിന് നന്ദി പറയാനല്ല ഞാൻ വന്നത്. അതിന് തീർച്ചയായും പാദ്രേ നന്ദി പറയുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രയൊക്കെ ആയിട്ടും എന്നെ സെഞ്ഞോറെ എന്ന് വിളിക്കുന്നതിനാണ്. സെഞ്ഞോറെ എന്നാൽ മാന്യ വനിതകളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ്. അതായത് ലേഡി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മാന്യയായ സ്ത്രീ. ഇപ്പോൾ വേശ്യാവൃത്തി നടത്തുന്ന ഒരു സ്ത്രീയെ ഒരു പക്ഷെ മറ്റുള്ളവരാരും സെഞ്ഞോറെ എന്ന് വിളിക്കുകയില്ല. ഇവിടെ ഒരു പുരോഹിതൻ അവരെ സെഞ്ഞോറെ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലെനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് എന്നാണ് പറയുക. ഈ കരുണാർദ്രതയുടെ സന്ദേശം തന്നെയാണ് അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊന്നിലെ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ വല്ലാതെ മ്ലാനവദനരായി ഘനീഭവിച്ച കരിമേഘം പോലെ കഴിയുന്ന ജയിൽ പുള്ളികളുടെ മുമ്പിൽ ചെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഒരു പാപി, എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടൊരു പാപി. അവരുടെ ഉള്ള് പെട്ടെന്ന് പൊള്ളിക്കാരണം. എല്ലാവരും പരമാചാര്യനെന്ന് വിളിക്കുന്ന മാർപ്പാപ്പയാണ് ഇങ്ങനെ ചെന്ന് ഈ ജയിൽവാസികളുടെ മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ ജയിലിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഞാൻ ഓർക്കും, ഞാനെന്തേ പുറത്ത്, അവരെന്തേ അകത്ത്. ഇതൊക്കെ കരുണയുള്ളൊരു മനുഷ്യനെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇവരെന്തേ അകത്തായിപ്പോയി, ഞാനെന്തേ പുറത്തായിപ്പോയി, ഞാനും അവരും തമ്മിൽ പാപത്തിൻ്റെ കാര്യത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവൻ മാത്രമാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ദൈവം വീണ്ടെടുത്തതല്ലേ? അപ്പോൾ അതുകൊണ്ട് കുറ്റം വിധിക്കുവാൻ ഞാൻ ആരാണ്? ആരെയും കുറ്റം വിധിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, കരുണയുടെ പ്രവർത്തികൾ ചെയ്യുക. കാരുണ്യ പ്രവർത്തികൾ 14 എന്ന് പണ്ട് കുട്ടി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അതൊന്ന് ഓർത്തെടുക്കുക. കാരുണ്യ പ്രവർത്തികളിലൂടെ ദൈവത്തിൻ്റെ വഴികളിൽ എത്തിച്ചേരുക, പിന്നെ ദൈവത്തിൻ്റെ സ്വരമായി മുഖമായി മാറുക. പ്രിയപ്പെട്ടവരെ, കനിവ് ഉള്ളൊരു മാർപ്പാപ്പ പറയുന്ന കനിവിൻ്റെ മൊഴികൾ നമുക്ക് ഒപ്പിയെടുക്കാം. എന്നിട്ട് ജീവിതത്തിൽ കനിവ് നിറഞ്ഞവരായി മുന്നേറാൻ ശ്രമിക്കാം. ഒരിക്കൽ കൂടി നല്ല യാത്ര പ്രിയപ്പെട്ടവരെ നേരുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നന്ദി.